കേൾക്കുന്ന സാധാരണ നടക്കുന്ന ഒരു പ്രസവം നോക്കി നിങ്ങൾ, അതിൽ നടക്കുന്ന ഒരു ചൂഷണം, എത്ര ചൂഷണങ്ങളാ. രോഗത്തിന് ചികിത്സിക്കുമ്പോൾ ബുദ്ധിപരമായി കാര്യം മനസ്സിലാക്കിയിട്ട് ചെയ്യും. ഡോക്ടർമാര് വിധി എഴുതിയത് തന്നെ നമ്മൾ എത്ര പണം വെറുതെ കളയുന്നുണ്ട്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ ഒന്നിങ്ങനെ ചെയ്തു നോക്കാം എന്ന് പറഞ്ഞാലും എന്നാ ചെയ്യലേ, അപ്പൊ തന്നെ നമ്മൾ തുടങ്ങും എന്നാ ചെയ്യലേ. വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാന്ന് വിധി എഴുതിയിട്ടുള്ള നടക്കാത്ത രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ, എങ്ങനെയായാലും ഇതുകൊണ്ട് സുഖമില്ല എന്ന് കരുതിയിട്ടുള്ള രോഗങ്ങൾ പണ്ടത്തെ കാലമായി പറയുന്നത്. ഇപ്പത്തെ കാലത്താച്ച നമ്മളെ കൊണ്ട് നിർബന്ധിച്ചിടം ചെയ്യിക്കും. ആശുപത്രിയിലൊക്കെ അതിനുള്ള സൗകര്യമല്ലേ. ഈ ICU എന്നൊക്കെ പറഞ്ഞ സാധനത്തിലെ ബെഡ് കാലിയാകാൻ പാടില്ലല്ലോ. അവിടേക്കായിട്ട് മാത്രം നിർത്തിയിട്ടുള്ള നഴ്സുമാരില്ലേ, ആ നഴ്സുമാരുടെ ശമ്പളവും വേതനവും കൊടുക്കണമെങ്കിൽ അതിനൊക്കെ രോഗികളെ കിട്ടണ്ടേ. അതിനൊക്കെ ഡോക്ടർമാരാളെ ആക്കല്ലേ, കിടക്കാനും പിടിക്കാനും ഒക്കെ. അതിനൊക്കെ എന്തൊക്കെയാ നമ്മൾ കേൾക്കുന്നത്. സാധാരണ നടക്കുന്ന ഒരു പ്രസവം നോക്കി നിങ്ങൾ, അതിൽ നടക്കുന്ന ഒരു ചൂഷണം, എത്ര ചൂഷണങ്ങളാ. സാധാരണ സുഖപ്രസവമാണോ, ഒരു 2 ദിവസം കടത്താതെ വിടൂല, എത്ര മണിക്കൂറുകൾ നിരീക്ഷിക്കണം എന്ന് പറയാം. പിന്നെ ചെറിയൊരു കുട്ടികളെ ഡോക്ടറെ കാട്ടും, ആ കുട്ടി വന്നിട്ട് ഇവിടെ ഒരു മഞ്ഞുണ്ട്, ആ മഞ്ഞപ്പം ഒന്ന് പോകണമെങ്കിൽ ഒരു 2 ദിവസം കൂടി കിടക്കണമെന്ന് പറയും. ഇങ്ങനെ ഓരോ ഡോക്ടർമാർക്ക് വേണ്ടി നിർത്തുക. യഥാർത്ഥത്തിൽ വെറുതെ ഉണ്ടാക്കണമെന്ന് ഡോക്ടർമാർ നോക്കിയാൽ തന്നെ കാണും. ഇപ്പൊ എന്റെ നല്ല 3-ാം ആള് ഇന്നലെ പ്രസവിച്ചൊരു പ്രസവം, ഒരു ഉച്ചന്റെ നേരത്ത് കൊണ്ടേ മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ തന്നെ, ഞാൻ നോമ്പുറക്കുമ്പോഴാണ് വിവരം കിട്ടിയത് പ്രസവിച്ചു എന്ന്. ഈ പ്രസവിച്ച ഉടനെ ഇന്നലെ മഗ്‌രിബിക്കാ പ്രസവിച്ചത്. പ്രസവിച്ചിട്ട് ഇന്നിപ്പോ ഞാൻ വിട്ടു, ഉച്ചക്ക് തന്നെ വിട്ടു. പറ്റുന്നർത്ഥം അതിനായിട്ടുള്ള ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ നിന്നായി പ്രസവിച്ചു വിടാൻ ഒരു തീരുമാനിച്ചാൽ അത്ര മതി. അല്ലെങ്കിലോ സാധാരണഗതിയിൽ സുഖപ്രസവമാണോ 2 ദിവസം എന്നറിയും, അല്ല ഓപ്പറേഷനാണോ 5 ദിവസം എന്നറിയും. ഇത് ഓലാണ് കണക്കാക്കുകയാണ്. ബെഡ് ശരിയാകാൻ, ICU ശരിയാകാൻ, സംഗതി ശരിപ്പെടുത്താൻ. ഈ ചൂഷണത്തിന്റെ മാർഗമായി കൊണ്ട് തന്നെ ചികിത്സകൾ മാറുന്നത് ചൂഷിതരാകാനുള്ള മനസ്ഥിതിയുമായി നമ്മൾ നിൽക്കുന്നത് കൊണ്ടല്ലേ. ചൂഷിതരാകാനുള്ള മനസ്ഥിതി നമ്മൾ മാറ്റാത്തത് കൊണ്ട് ഇവരെന്ത് പറയുന്നുവോ അതനുസരിച്ചാണ് ഇതിന്റെ കൃത്യം എന്ന് നമ്മൾ വിശ്വസിച്ചു പോയി, ധരിച്ചുപോയി. ആ ധാരണ എങ്ങനെ വന്നതാണ്? ഡോക്ടർമാർ റബ്ബാക്കിയത് കൊണ്ട് തന്നെ, ഡോക്ടർമാരുടെ ചികിത്സയുടെ സംവിധാനത്തെ കാര്യത്തിന്റെ അവസാന വാക്കാക്കിയത് കൊണ്ട് തന്നെ. അവസാന വാക്ക് അള്ളാഹുവാണ്, അവസാന വാക്ക് അള്ളാന്റെ അടുക്കലാണ്. അള്ളാന്റെ നിയമപ്രകാരം മാത്രമേ നമ്മൾ ആഹരിക്കുന്ന ആഹാരം ചുട്ടടക്കാൻ പറ്റൂ, വെള്ളം ദാഹിക്കാൻ പറ്റൂന്ന. വെള്ളം കുടിച്ചിട്ട് ദാഹം തീരാത്ത അവസ്ഥകൾ ഉണ്ടാകാറില്ലേ? ദാഹശമനത്തിന് വെച്ചതാണ് വെള്ളമെങ്കിലും. അപ്പൊ അള്ള വേണം, അള്ളാഹു തആലാനെ കൂട്ടിപ്പിടിച്ച് ആ നിലക്ക് പോകണം. ഈ ധാരണയുണ്ടായാൽ മാറാരോഗങ്ങളാണ്, മരണരോഗമാണ് എന്നൊക്കെ കണ്ടാലെങ്കിലും കുറച്ച് നിൽക്കും കാത്തു. വീട്ടിൽ വല്ല മരണം ഉണ്ടപ്പോ ആലോചിക്കുക, വീട്ടിൽ വല്ല മരണമുണ്ടോ? എന്താണ് നടക്കാത്തത്? പുരോഗമിച്ചു കാലം. പണ്ടൊക്കെ വീട്ടിൽ അങ്ങനെ മരിച്ചലേനി, ഇപ്പൊ അതൊന്നുമില്ല. എന്നിട്ട് ഇപ്പൊ മരിച്ചില്ലേ, ആശുപത്രിയിൽ മരിച്ചലാവുന്നു മാത്രം. ആശുപത്രിയിൽ എത്ര മരണങ്ങളാണ്. മരിക്കാനായിട്ടാന്നല്ല അർത്ഥം, നമ്മൾ തന്നെ മാറിപ്പോയി. നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്ന മുഴുവൻ ചികിത്സയുടെ പുണ്യം, അതിന്റെ അവസാനത്തെ, അതിന്റെ ആധികാരികത, ഇത് പറയുന്നിടത്തേക്ക് നമ്മൾ എത്തുകയാണ്. വെന്റിലേറ്ററിലൊക്കെ കിടത്തിയിട്ട് വെറുതെ കൃത്രിമമായ ശ്വാസം നൽകിയിട്ട് നേരത്തെ മരിക്കാൻ പോലും വിടാതെ കഷ്ടപ്പെടുത്തുന്ന ചികിത്സാ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിയതാണ്. ചൂഷണത്തിന്റെ ഉപാധികളാണ്. ഇതിനൊന്നും നമ്മൾ നിന്നെടുക്കാൻ കഴിയില്ല. രോഗിക്കെന്നെ ആവശ്യമുണ്ടെങ്കിൽ, രോഗിക്കെന്നെ ആവശ്യമുണ്ട്, ഞാൻ ഇവിടെ നിന്നാലും പൂർത്തിയുടെ അന്യൊന്ന് ആശുപത്രി കൊണ്ടുപോകണം നിർബന്ധിക്കും രോഗിക്കന്നെ. അങ്ങനെ മനസ്സമാധാനത്തിനാച്ചാൽ നമ്മൾ കൊടുക്കും. ഇന്നെ ഉടുക്കും കൊണ്ടോണ്ട, ഞാൻ ഇവിടെ തന്നെ കിടക്കാന്ന് പറഞ്ഞാലും മക്കൾ കൊണ്ടുപോകുക. എന്താ കുറച്ചിലല്ലേ? അവർ കുറച്ചിലല്ലേ? ജനങ്ങൾ പറയേ, മനുഷ്യന്മാര് പറയും ഇങ്ങനെ കിടത്തിയാല്, ഇങ്ങനെ കിടത്തിയാൽ എവിടുക്കാ കിടക്കണു എന്നൊക്കെ. നമ്മളെ തങ്ങള്, നമ്മളെ അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ, അല്ലാഹു തആല അവരുടെ ദർജ കൂടി ഉയർത്തുമാറാവട്ടെ, ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് അഡ്മിറ്റ് ആക്കിയിട്ട് നിർത്തിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങിപ്പോരുകയാണ്. ഞാൻ വീട്ടിൽ പോകാൻ സുഖമില്ലാന്ന് മനസ്സിലാക്കി, ഇനി ഇതിൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടെ ചികിത്സ നിർത്തി. മൂപ്പര് വെള്ളം നിർത്തി, വെള്ളം കുടിക്കുന്നത് പോലും നിർത്തി. വെള്ളം കുടിക്കുക അതിന്റെ ഒക്കെ സംഗതി കഴിഞ്ഞു. പറഞ്ഞുകൊണ്ട് തന്നെയാണ്, ശരിക്കും പറഞ്ഞുകൊണ്ട് തന്നെ, ഓർമ്മിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ, ഓർമ്മയ്ക്ക് യാതൊരു തകരാറുമില്ല, ക്ലിയർ ആയതുകൊണ്ട് തന്നെ കാണാൻ ചെയ്യുന്നു. വെയ്യാഞ്ഞിട്ട് മുഖത്തിന്റെ പ്രയാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാലും ബഹുമാനപ്പെട്ടവർ ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ഒരു വെള്ളം കുടിക്കാനോ പോലും നിർബന്ധിക്കുക. സംസം കൊടുക്കുമ്പോൾ മാത്രം എടുത്തുള്ളൂ, ഒറ്റത്തുള്ളി വേണ്ട, കഴിഞ്ഞു, അതിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞു, ഞാൻ നടക്കുന്നത് നടക്കട്ടെ എന്നുള്ള നിൽക്കണം നിന്നല്ലോ. ആ മനോഭാവം, ഇത് പ്രകൃതിപരമായി നുബുവ്വത്തിന്റെ കുടുംബം എന്ന നിലക്കുള്ള ആ കുടുംബത്തിന്റെ ആ പ്രത്യേകമായി ഊട്ടപ്പെട്ട പ്രകൃതി പ്രകാരം വന്നതും
ശൈഖുനായ പോലുള്ളതായ മഹാന്മാരിൽ നിന്ന് കിട്ടുന്ന ഇൽമിന്റെ പേരിൽ വന്നതൊക്കെ തന്നെ ശരി. ഇങ്ങനെ നിൽക്കാൻ ഇന്നൊരാളെ കൊണ്ട് കുടുംബം സമ്മതിക്കൂല. എന്നോട് തന്നെ എത്ര ആൾ ചോദിച്ചു എന്ന് പറയും. നമ്മളിപ്പോ ആ കടത്താടെ കടത്തിയാൽ പറ്റുമോ? ആ കടത്തപ്പാടെ കടത്തിയാൽ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് കാണിച്ചണ്ടേ? ആശുപത്രിക്ക് ആക്കണ്ടേ? വെള്ളം ഇറങ്ങണ്ടേ? അല്ലെ ഇഞ്ചക്ഷന് കുത്തിയേക്കണ്ടേ? എന്ത് കുത്തിവെച്ചിട്ട് ഇയാൾ മരിക്കാനാണ് എന്ന് ആള് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ഇടത്ത് നമ്മളിഞ്ഞത് കുത്തിവെച്ചിട്ട് ഗ്ലൂക്കോസ് കയറ്റി എന്നുള്ളതുകൊണ്ട് ആള് ജീവിക്കും? ഞമ്മക്കൊരു സമാധാനത്തിന് വെള്ളം ഇങ്ങനെ ചെല്ലുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിന്. വെള്ളം ചെന്നാലും ചെന്നില്ലെങ്കിലും മരിക്കും. ഇത് ബോധമുള്ള ഒരാൾ അങ്ങനെ കിടക്കുമ്പോ പ്രയാസം. ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ചിലര് ദേഷ്യപ്പെട്ടു. അല്ല എന്താപ്പത് ഇടപാട് തങ്ങളോട് പറയേണ്ടത് ഞാനാണെന്ന് ഓർത്തിട്ട് ബന്ധം വെച്ചിട്ട് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ചെയ്യേണ്ടത് ഉറ്റവരും ഉടയവരുമായ ആളുകൾ പോലും ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. ഈ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് കൊണ്ടുകൊണ്ടാണ് വീട്ടിൽ കിടന്നുകൊണ്ട് പണ്ടത്തെ പോലെ കുടുംബത്തിനിടയിൽ കിടന്നുകൊണ്ട് ആളുകൾക്ക് മരിക്കാൻ സാധാരണ സ്വാഭാവിക മരണം പോലും, വാർദ്ധക്യം ചെന്ന രോഗികളുടെ മരണം പോലും സാധിക്കാൻ പറ്റാത്തിടത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? ചികിത്സ അവസാന വാക്ക്, ഡോക്ടർമാർ അവസാന വാക്ക്, അവരിൽ തന്നെ കാര്യം ഫലമേൽപ്പിക്കുന്ന തവക്കുൽ. അല്ലാഹുവിനോടുള്ള തവക്കുലല്ല, ഡോക്ടർമാരിലും ചികിത്സയിലുമുള്ള തവക്കുൽ. ആ തവക്കുൽ ഒഴിവാക്കി അല്ലാഹു തആലയാണ് കാര്യം നടത്തുന്നത് എന്ന നിലയിലേക്ക് വരാൻ ആ അവസാന നിമിഷത്തിലുള്ള അത്തരം രോഗങ്ങളിലെങ്കിലും വരണ്ടേ? എപ്പോഴും അങ്ങനെയുള്ള ആളുകളുണ്ട്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അവസാനത്തെ ആ സമയത്തുള്ള മരണരോഗമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ അങ്ങനെ തന്നെ ചെയ്തവരാണ്. ചരിത്രം നമ്മൾ പറയുമ്പോ അങ്ങനെ പറയുന്നില്ല. സിദ്ദീഖ് എന്നവരോട് പറയാൻ നമ്മളൊരു വൈദ്യനെ വിളിച്ചിട്ടല്ലേ, തൊബീബിനെ വിളിക്കട്ടെ? അദ്ദേഹം പറഞ്ഞു തൊബീബാണ് എന്നെ വന്നിട്ട് നോക്കിയിട്ട് ഇവരൊക്കെ പറഞ്ഞു. എന്തേ പറഞ്ഞു? ഫഅലുൽ ലിമാ ഉരീദ്, ഞാൻ എന്തുദ്ദേശിക്കുന്നു അത് നിന്നിൽ ചെയ്യുന്ന പറഞ്ഞു എന്റെ ഡോക്ടർ. അള്ളാഹ് പറഞ്ഞാണ് പറഞ്ഞു ഫഅലുൽ ലിമാ ഉരീദ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി പറഞ്ഞ ഖുർആനിലെ വചനമാണ്. അള്ളാഹു എന്നത് നിങ്ങളെ പൊന്നാരങ്ങൾക്കുള്ളവനല്ല, നിങ്ങളുടെ താല്പര്യത്തിന് തുള്ളുന്നവനല്ല, നിങ്ങളുടെ മോഹങ്ങളൊക്കെ നടപ്പാക്കി തരുന്നവനല്ല, നിങ്ങൾ തീരുമാനിക്കുന്ന തീരുമാനം നടപ്പാക്കി തരുന്നവനല്ല, താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. നിങ്ങളതിന് വഴിപ്പെട്ടുകൊള്ളണം, നിങ്ങളതിന് വിധേയപ്പെട്ടുകൊള്ളണം, എന്റെ തീരുമാനങ്ങൾക്ക് നിങ്ങൾ വിധേയപ്പെടണമെന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ വാക്കാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഔലിയാക്കന്മാർ പുണ്യാത്മാക്കൾ എത്രയോ ഉണ്ട്. അതൊന്നുമില്ലാത്ത രോഗത്തിന് തന്നെ രോഗം എന്ന നിലക്ക് അള്ളാഹുവിനെ വൈദ്യനായി കണ്ടിട്ടുള്ള മുതവക്കിലീങ്ങൾ ധാരാളം പേരുണ്ട്. മഹാനായ റബീഉ ഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് രോഗം വന്നപ്പോ ആളുകൾ പറഞ്ഞു ഡോക്ടറെ വിളിക്കട്ടെ കുടുംബൻ. അദ്ദേഹം പറഞ്ഞു ഇന്ന മറദീ മിനത് ത്വബീബി, ഈ വൈദ്യരെടുത്തുനിന്നാണ് ഇപ്പൊ രോഗം വന്നതെന്ന് വെച്ചാലോ, ഡോക്ടർ എത്തുന്ന ഇപ്പൊ രോഗം വന്നത്, ഡോക്ടർ വരുത്തിയ രോഗമാണെങ്കിലോ ആ രോഗമാണ് എനിക്ക്. ഈ ഡോക്ടർ ഉദ്ദേശിച്ചാൽ എന്നെ അതിൽ നിന്ന് മോചിപ്പിക്കും. നിങ്ങൾ മരുന്നുറ്റിച്ചേരേണ്ട ഡോക്ടർമാർ എനിക്ക് വേണ്ട, സാക്ഷാൽ ഡോക്ടർ എന്റെ അടുക്കലുണ്ട്. ആ ഡോക്ടറാണ് എനിക്ക് രോഗം തന്നത്. മഹാനായ റബീഉ ഇബ്നു ഹൈസം. അതാണല്ലോ ശരിക്ക്. يا طالب الطب من داء يصيب به أقصر عناك، يا طالب الطب من داء نصيب به إن الطبيب الذي يبلاك بالداء هو الطبيب الذي يرجى لعافيتي، لا من يذيب لك الترياق في الماء. മഹാനായ ഹൈസ്ബൈസ് നല്ല അർത്ഥമുള്ള കവിതകൾ തന്നെ ചൊല്ലുന്നൊരു വലിയ കവിയാണ്. അന്നവും മുജീനവും തേടിക്കൊണ്ട് നാടിന്റെ നാനാഭാഗങ്ങളിലും ദേശത്തിന്റെ നാനാഭാഗങ്ങളിലും അന്തർദേശീയമായി വിദേശങ്ങളിലുമൊക്കെ തെണ്ടിത്തെറിച്ച് തന്റെ കാര്യത്തിന് താൻ തന്നെ തീരുമാനമെടുത്ത് അണ്ടിപ്പാഞ്ഞ് നടക്കുന്ന മനുഷ്യ, നിന്റെ വിഷമം അവിടെ നിർത്ത്. നീ തീരുമാനിക്കുന്ന പോലെ തീരുമാനിച്ചിട്ട് വിസെടുത്തു പോയ ആ കാര്യം നടന്നുകൊള്ളണമെന്നില്ല. ഇപ്പുറത്തൊരു വേദന വന്നു, മടങ്ങിക്കോ നാട്ടിക്ക് എന്ന് പറഞ്ഞാൽ മടങ്ങേണ്ടി വരും. ഇവിടെ ജോലി പറ്റില്ല, നടന്നോ എന്ന് പറഞ്ഞാൽ മടങ്ങേണ്ടി വരും. മെഡിക്കൽ പൊട്ടിപ്പോയാൽ മടങ്ങേണ്ടി വരും. എന്തേ കാര്യം? അള്ളാഹു അല്ല എന്നെ തിരിച്ചുവിട്ടത്, നിന്നിൽ നിന്ന് പോയതാണ്. അങ്ങനെ നടക്കുന്ന മനുഷ്യ വിഷമിക്കൽ നിർത്ത്. ഓജീന നിനക്ക് വീതിക്കപ്പെട്ടിട്ടുണ്ട്. നിന്നെ ജനിപ്പിച്ചപ്പോൾ തന്നെ ഇത്ര നീ
കഴിക്കും, നിന്റെ കുടുംബം ഇത്ര കഴിക്കും, മരിക്കും വരെ ഇത്ര കഴിക്കും, ഇന്ന സമയത്ത് മരിക്കും എന്ന് ഉറപ്പിച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടല്ലേ നീ പ്രസവിക്കപ്പെടുന്നത്. അതുകൊണ്ട് അതിനധ്വാനിക്കണ്ടെന്ന് പറഞ്ഞ കഥയുടെ പിന്നിൽ മഹാനർ പറയുന്നത് വന്നെത്തിയിട്ടുള്ള രോഗത്തിന് ചികിത്സയും തേടി നടക്കുന്ന മനുഷ്യ, രോഗം കൊണ്ട് നിന്നെ പരീക്ഷിച്ചിട്ടുള്ളവനാണ് വൈദ്യൻ. ഈ രോഗത്തിന്റെ സൗഖ്യത്തിനും ആശ വെക്കപ്പെടേണ്ടതും പ്രതീക്ഷിക്കേണ്ടതും അവനെയാണ്. നിന്റെ ഡോക്ടറല്ല ഡോക്ടർ, നിന്റെ വൈദ്യനല്ല വൈദ്യൻ. നിനക്ക് രോഗം കൊണ്ട് പരീക്ഷിച്ചിട്ടുള്ള ആ രോഗം തന്ന ദാതാവ് തന്നെയാണ് ശിഫായുടെ ദാതാവും. അതാണ് യഥാർത്ഥത്തിലുള്ള ദാതാവ് തബീബും. പിന്നെ നിനക്ക് മരുന്ന് തരുന്ന ആള്, മരുന്ന് കുറിച്ച് തരുന്ന ആള്, ഇതാണ് ഡോക്ടർ. ശരിയല്ലേ? മരുന്ന് കുറിച്ച് തരുന്ന ആളല്ലേ ഡോക്ടർ. നേഴ്സാണെങ്കിൽ മരുന്ന് പാർന്നു തരുന്ന ആളാണ്, അല്ലെ ഗുളിക തരുന്ന ആള്, വീതം വെച്ചിട്ട് ഈ മരുന്ന് തരുന്ന ആളാണോ രോഗം മാറ്റുന്ന ആള്? രോഗം മാറ്റുന്ന ആളല്ലേ തൊബീബ്. രോഗം മാറ്റുന്നത് അല്ലാഹുവല്ലേ, രോഗം നൽകുന്നതും അല്ലാഹുവല്ലേ. അപ്പൊ നൽകുന്ന അല്ലാഹു തന്നെ രോഗം മാറ്റും. അതിനുള്ള ഒരു മാധ്യമമാകുന്നു ഇത്, അല്ലാഹ് നിശ്ചയിച്ച മാധ്യമം. ഇതിൽ അല്ലാഹു തആല എനിക്ക് ശിഫ വെച്ചിട്ടുണ്ടോ എങ്കിൽ എനിക്കത് ശിഫ കിട്ടും. ശിഫ വെച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ വിധി പോലെ വരും എന്ന മനോഭാവത്തോടെയാണ് ചികിത്സിക്കുന്നതെങ്കിൽ ആ ചികിത്സ നമുക്ക് അവസാനത്തില് വിശ്വാസമില്ലാത്ത ഡോക്ടർമാർക്കും വരും. വലിയ വൈദ്യനാണ്. അറബ്യൻ വൈദ്യം മുഴുവൻ ഉണ്ടായത് ഗാലിയനിൽ നിന്ന്. ജാലിയന്നൂസ് എന്ന അറബിയോട് പറയാം, ഗാലിയൻ എന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന. യേശുക്രിസ്തുവിന്റെ ശേഷം AD 131 ജനിച്ച് 201 മരിക്കുന്ന, അതായത് റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്നതിന്റെ ഒരു 400 കൊല്ലം മുൻപ് ഈ രോഗത്തിൽ നിന്ന് മരിച്ച ആളാ ഗാലിയൻ. ജാലിയന്നൂസ് അറബിൽ പറയും. ഇയാള് വലിയ ബിഷപ്പറിലാണ്. 2 വൈദ്യന്മാരെ അറബ് യൂനാനി ലോകത്തറിയപ്പെട്ട വലിയ വിദ്വാൻമാരുള്ളൂ. ഒന്ന് ബുഖറാത്ത്, അതായത് ഹിപ്പോക്രാറ്റ് എന്ന് പറയുന്നു. ആധുനിക വൈദ്യശാസ്ത്രം, ഹോമിയോ ആവട്ടെ, മറ്റേത് തരം വൈദ്യശാസ്ത്രമാവട്ടെ, എല്ലാ വൈദ്യശാസ്ത്രത്തിന്റെയും അവസാനന്മാരും ആദ്യന്മാരുമായി കാണുന്ന വലിയ വമ്പന്മാരായി എണ്ണുന്നവരാണ് ഗാലിയനും ഹിപ്പോക്രാറ്റും. ഹിപ്പോക്രാറ്റിന് അറബിയോട് പറയും ബുഖറാത്ത് എന്നാണ്. ഗാലിയന് പറയുന്നത് ജാലിയന്നൂസ് ആണ്. ഇദ്ദേഹം അവസാനത്തിൽ രോഗം വന്നു. അദ്ദേഹത്തിന്റെ ആ രോഗത്തിൽ അദ്ദേഹത്തോട് ചികിത്സിക്കണ്ടേന്ന് വെച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വലിയ മരുന്നാനല്ല എങ്ങളെത്തി, ഈ രോഗത്തിന് മരുന്നൊന്നുമില്ല, എന്താ അങ്ങനെ രോഗിയായി കിടക്കണമെന്ന് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, മാനത്തുനിന്ന് ആ രോഗം വന്നു വെച്ചാ ഭൂമിയിൽ നിന്ന് മരുന്ന് തേടിയിട്ട് ഫലമില്ല. മാനത്തുനിന്ന് വരുന്നതാണ് രോഗമെങ്കിൽ, ആകാശത്തിൽ നിന്ന് വരുന്നതാണ് രോഗമെങ്കിൽ, അതായത് ദൈവികമായി അവസാനം വരുന്ന രോഗമാണ്, നമ്മളുണ്ടാക്കിയ രോഗമല്ലെങ്കിൽ, അതായത് നമ്മൾ നിമിത്തമാകാത്ത രോഗമാണെങ്കിൽ ഇവിടുത്തെ ഈ ഭൂമിയിലെ മരുന്ന് കൊണ്ട് ഫലമില്ല. യജമാനന്റെ വിധി തീർപ്പ് വന്നാൽ സംരക്ഷിതനായിട്ടുള്ള ആൾക്ക് പിന്നെ അവിടെ ഒരു ശ്രദ്ധയും ആവശ്യമില്ല, അതൊക്കെ തകർന്നു പോകും. റബ്ബാണ് സംരക്ഷകൻ. സംരക്ഷിതനായ ആളെ നശിപ്പിക്കാനും മരിപ്പിക്കാനും ഉദ്ദേശിച്ചാൽ സംരക്ഷിതന് പിന്നെ അവിടെ യാതൊരു ബദ്ധ്യമില്ല. ഇത് മനസ്സിലാക്കുന്നത് അവസാനമാണ് ജാലിയന്നൂസ്. പക്ഷെ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രാജാതിരാജനായ റബ്ബിൽ നിന്നാണ് വരുന്നതെങ്കിൽ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ഇങ്ങനെ വന്നിട്ടുള്ള, അതായത് അവസാനത്തേതാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള തരത്തിലുള്ള രോഗങ്ങളിലെങ്കിലും ഫലപ്രദമല്ലാത്ത ഫലമായി വരുമ്പോഴെങ്കിലും നമ്മൾ ചികിത്സയെ കുറിച്ച് ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റണം. അധികവും നമ്മുടെ രോഗങ്ങൾ നോക്കിയാൽ വേണ്ടാവൃത്തികൾ കൊണ്ടും വേണ്ടാത്തത് കൊണ്ടും ആരോഗ്യ സുരക്ഷയ്ക്ക് നിശ്ചയിക്കപ്പെട്ട നിശ്ചയം പോയത് കൊണ്ടും വന്നതാണെന്ന് മനസ്സിലാക്കാം. ഞാനിത് തന്നെ ഒരു പ്രത്യേകം ഒരു വാഴ്ന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഒന്ന് വിവരിച്ചു നോക്കുക.